നമുക്കിന്ന് കോണിക് സെക്ഷനിലെ എലിപ്സിലെ പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി ഫോക്കി, ദി വെർട്ടിസസ്, ദി ലെങ്ത്സ് ഓഫ് മേജർ ആൻഡ് മൈനർ ആക്സിസ് ആൻഡ് ദി എക്സെൻട്രിസിറ്റി ഓഫ് ദി എലിപ്സ് 9x² + 4y² = 36. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? 9x² + 4y² = 36 എന്നാണ് അല്ലേ. നമുക്കിതിനെ എലിപ്സിൻ്റെ ഇക്വേഷനിലേക്ക് മാറ്റണം. എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ പഠിച്ചത്? x² / a² + y² / b² = 1 എന്ന് പഠിച്ചു. അല്ലെങ്കിൽ ഓർ x² / b² + y² / a² = 1. ഈ രണ്ട് ഇക്വേഷനല്ലേ നമ്മൾ എലിപ്സിനകത്ത് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ ആ രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി ഈക്വൽ ടു ഈ സൈഡിൽ എത്ര വരുന്നത്? 1 ആണ് വരുന്നത് അല്ലേ. ഈക്വൽ ടു 1 എന്നല്ലേ വരണ്ടേ. അപ്പം ഈ 1 എന്ന് വരാൻ വേണ്ടി മൊത്തത്തിൽ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 36 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷന് x² / 4 + y² / 9 = എന്തെന്ന് വരും? 1 എന്ന് വരും അല്ലേ. x² / 4 + y² / 9 = 1 എന്ന് വരും. നമുക്കിതിനകത്ത് നിന്ന് a² b² കിട്ടുമല്ലോ. ഇവിടെ നോക്കേ, ഇതെന്ന് പറയുന്നത് എപ്പോഴും a എന്ന് പറയുന്നത് വലുതായിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ എലിപ്സ് ഈ രീതിയിലായിരിക്കും. അപ്പോൾ നമുക്കിവിടെ a² എന്ന് പറയുന്നത് എന്തായിരിക്കും? 9 ആയിരിക്കും. ഇത് ഈ ഫോമിലാണ് കിടക്കുന്നത്. x² / b² + y² / a² = 1 എന്നുള്ള രീതിയിലാണ് ഇക്വേഷൻ കിടക്കുന്നത്. അപ്പോൾ a² എന്ന് പറയുന്നത് എന്തെന്ന് വരും? a² = 9. a² = 9 ആണെങ്കിൽ a = ± 3. അതുപോലെ തന്നെ b² = 4. then b = ± 2. നമുക്ക് എയും ബിയും ഉണ്ട്. നമുക്ക് ഫോക്കി കാണണമെങ്കിൽ എന്ത് വേണം? സി വേണം അല്ലേ. അപ്പം എയും ബിയും സിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? c = √(a² - b²). c = √(a² - b²). a² എത്രയാണ്? 9. b² എന്ന് പറയുന്നത് 4. 9 - 4 എന്ന് പറയുന്നത് 5 എന്ന് വരും. √5. c = √5. ഇനി ഇങ്ങനെ ഇക്വേഷൻ വരുമ്പോൾ, ഈ രീതിയിൽ ഇക്വേഷൻ വരുമ്പോൾ നമ്മൾ x² / a² + y² / b² = 1 ആണെങ്കിൽ ഫോക്കി എന്ന് പറയുന്നത് ± c0 ആയിരുന്നു. എന്നാൽ ആക്സിസ് തിരിഞ്ഞ് വരുമ്പോൾ, ആക്സിസ് മാറുമ്പോൾ നമുക്ക് ഫോക്കി എന്ന് പറയുന്നത്, ഇവിടെ ഫോക്കി 0 ± c ആണ്. c - c. അപ്പോൾ ഇവിടെ ഫോക്കി എന്ന് പറയുന്നത് എത്ര വരും? 0 ± √5 എന്ന് വരും അല്ലേ. അതുപോലെ തന്നെയാണ് വെർട്ടിസസ് x² / a² + y² / b² = 1 എന്നുള്ള ഇക്വേഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് ± a 0 എന്നായേനെ. ഇവിടെ തിരിച്ചായതുകൊണ്ട് 0 ± a എന്ന് വരും. a എന്ന് പറയുന്നത് 3 അല്ലേ. അപ്പം 0 ± 3. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? ലെങ്ത് മേജർ ആക്സിസും മൈനർ ആക്സിസും കണ്ടുപിടിക്കണം അല്ലേ. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്താണ്? ലെങ്ത് ഓഫ് മേജർ ആക്സിസ് = 2a = 2 × 3 = 6 എന്ന് വരും. അതുപോലെ തന്നെ മൈനർ ആക്സിസ്, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 2b. 2 × b എന്ന് പറയുന്നത് 2 ആണല്ലേ. അപ്പം 2 × 2 4 എന്ന് വരും. നമ്മളപ്പോൾ ഫോക്കി കണ്ടുപിടിച്ചു, വെർട്ടിസസ് കണ്ടുപിടിച്ചു, മേജർ ആക്സിസും മൈനർ ആക്സിസും കണ്ടുപിടിച്ചു. ഇനി എന്താണ് നമുക്ക് കാണേണ്ടത്? എക്സെൻട്രിസിറ്റി ഓഫ് ദി എലിപ്സ് കാണണം. അപ്പോൾ എന്താണ് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്? c / a അല്ലേ. എക്സെൻട്രിസിറ്റി = c / a. c എന്ന് പറയുന്നത് എത്രയാണ്? √5 / a എന്ന് പറയുന്നത് 3.
നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദി എലിപ്സ് വിത്ത് മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ് ആൻഡ് പാസിംഗ് ത്രൂ ദി പോയിന്റ്സ് 4 3 ആൻഡ് -1 4. നമുക്കിവിടെ 2 പോയിന്റ്സ് പാസിംഗ് ത്രൂ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. നമുക്ക് ഇക്വേഷൻ ഓഫ് ദി എലിപ്സ് കാണണം. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ് ആണ്. അപ്പം നമ്മുടെ എലിപ്സ് എന്ന് വെച്ചാൽ ഈ രീതിയിലായിരിക്കും. മേജർ ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലായിരിക്കും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് x² / a² + y² / b² = 1 എന്നുള്ള രീതിയിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. പാസിംഗ് ത്രൂ ദി പോയിന്റ്സ് 4 3. അപ്പം പാസിംഗ് ത്രൂ ദി പോയിന്റ്സ് 4 3 ആകുമ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? x² പകരം 4² ഡിവൈഡഡ് ബൈ a² പ്ലസ് y² പകരം 3² ഡിവൈഡഡ് ബൈ b² = 1 എന്ന് വരും അല്ലേ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4² 16a² പ്ലസ് 16a² പ്ലസ് 9 ഡിവൈഡഡ് ബൈ 16 ഡിവൈഡ് ബൈ a² പ്ലസ് 9 ഡിവൈഡ് ബൈ b² = 1. നമുക്ക് ഈ ഇക്വേഷനെ വീണ്ടും 16b² പ്ലസ് 9a² = a² b² എന്ന് എഴുതാമല്ലോ. നമുക്ക് ഈ ഇക്വേഷന് 1 എന്ന് പേര് കൊടുക്കാം. നെക്സ്റ്റ് എന്താണ് തന്നിരിക്കുന്നത്? -1 പാസിംഗ് ത്രൂ ദി പോയിന്റ്സ് -1 4. നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? -1 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ a² പ്ലസ് 4² ഡിവൈഡഡ് ബൈ b² = 1 എന്ന് കിട്ടും അല്ലേ. ഇതെന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ a² പ്ലസ് 16 ഡിവൈഡഡ് ബൈ b² = 1 ആണ്. അപ്പം ഇതിനകത്ത് നിന്ന് b² 1 × b² പ്ലസ് 16a² = a² b² എന്ന് കിട്ടും. നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. നമുക്ക് അതിനകത്ത് നിന്ന് 2 ഇക്വേഷൻ കിട്ടും. 16b² പ്ലസ് 9a² = a² b² എന്നും b² പ്ലസ് 16a² = a² b² എന്നും 2 ഇക്വേഷൻ കിട്ടും അല്ലേ. നമുക്കിനി ഈ 2 ഇക്വേഷനും വാല്യൂറ്റ് ചെയ്തിട്ട് നമുക്ക് a² b² കണ്ടുപിടിക്കാം. നമുക്കിതിനകത്ത് നിന്ന് ഒന്നെങ്കിൽ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ 16b² ഉണ്ട്, ഇവിടെ b² നമുക്ക് ഈ ഇക്വേഷൻ 2 മൊത്തത്തിൽ 16 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ അതുപോലെ തന്നെ എടുത്ത് എഴുതി 16b² പ്ലസ് 9a² = a² b². നമ്മൾ സെക്കൻഡ് ഇക്വേഷനെ 16 കൊണ്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്തോ കിട്ടും? 16 × b² 16b² പ്ലസ് 16 × 16 എന്ന് വെച്ചാൽ 256 a² = 16a² b² എന്ന് കിട്ടും. നമുക്കിനി ഈ ഇക്വേഷൻ 1-നെ 1ഉം 2 മൈനസ് ചെയ്യാം. ഇക്വേഷൻ 1 - 2 ഇക്വേഷൻ 1 - 2 ചെയ്യുമ്പം 2 അല്ല 3. ഈ ഇക്വേഷൻ നമ്മൾ 3 എന്ന് കൊടുത്തു. അപ്പം ഇക്വേഷൻ 1 - ഇക്വേഷൻ 3 16b² - 16b² എന്ന് പറയുന്നത് 0b². 9a² - 256a² എന്ന് പറയുന്നത് -247a² = a² b² - 16a² b² എന്ന് പറയുന്നത് -15a² b² എന്ന് കിട്ടും അല്ലേ. ഇവിടെ മൈനസും മൈനസും ക്യാൻസലായി പോവും. അതുപോലെ തന്നെ a² a² ക്യാൻസലായി പോവും. പിന്നെ എന്തെന്ന് കിട്ടും? 15b² = 247 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് b² കിട്ടുമല്ലോ. b² = 247 ഡിവൈഡഡ് ബൈ 15. ഇനി ഈ b²ൻ്റെ വാല്യൂ നമുക്ക് ഇക്വേഷൻ 2-നകത്തിട്ട് കൊടുക്കും. നമുക്ക് എന്ത് കിട്ടും? a² വാല്യൂ കിട്ടും അല്ലേ. അപ്പം ഇക്വേഷൻ 2-നകത്തിട്ട് കൊടുക്കുകയാണ് b²ൻ്റെ വാല്യൂ. ഇവിടെ b² പ്ലസ് 16a² = a² b² എന്നല്ലേ. അപ്പം b²ന് പകരം 247 ഡിവൈഡഡ് ബൈ 15 പ്ലസ് 16a² എന്തെന്ന് കിട്ടും? a² × b²ന് പകരം 247 ഡിവൈഡഡ് ബൈ 15. നമുക്കിതിൽ നിന്ന് എന്താ എഴുതാം? ഇതെന്ന് വെച്ചാൽ 240 നമുക്ക് a² ഉള്ള ടൈം ഒരിടത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെ വരും a² × 247 ഡിവൈഡഡ് ബൈ 15
മൈനസ് 16 ഈക്വൽ ടു 247 ഡിവൈഡഡ് ബൈ 15 എന്ന് കിട്ടും. നമുക്കിതിൻ്റെ ബാക്കിയായിട്ട് ഇവിടെ ചെയ്യാം, മുകളിൽ ചെയ്യാം. ഇവിടെ എന്ന് പറയുന്നത് 247 മൈനസ് 16 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു എ സ്ക്വയർ ഈക്വൽ ടു 247 ഡിവൈഡഡ് ബൈ 15. എന്ന് പറയുന്നത് 247 മൈനസ് 16 ഇൻറ്റു 15 എന്ന് പറയുന്നത് 240 ആണ്. 240 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു എ സ്ക്വയർ ഈക്വൽ ടു 247 ഡിവൈഡഡ് ബൈ 15. 247 എന്ന് വെച്ചാൽ 7, ഈ 15 ക്യാൻസൽ ആയി പോലെ, പിന്നെ 7 എ സ്ക്വയർ ഈക്വൽ ടു 247 എന്ന് കിട്ടും. ദെൻ എ സ്ക്വയർ ഈക്വൽ ടു 247 ഡിവൈഡഡ് ബൈ 7. അങ്ങനെ എ സ്ക്വയറും കിട്ടി, ബി സ്ക്വയറും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എലിപ്സിൻ്റെ ഇക്വേഷൻ എഴുതാമല്ലോ. എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ എന്നല്ലേ. എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയറിന് പകരം 247 ഡിവൈഡഡ് ബൈ 7 പ്ലസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ. ബി സ്ക്വയർ എത്രയാണ്? ബി സ്ക്വയർ 247 ഡിവൈഡഡ് ബൈ 15 ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് ദി എലിപ്സ് കിട്ടും. നമുക്ക് അടുത്ത പ്രോബ്ലം നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.